ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ ഞാൻ അടിപൊളി ഐറ്റമായിട്ടാണ് വന്നത് കേട്ടോ. നമ്മുടെ നാടൻ ഒരു ഐറ്റമാണ്, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. കപ്പയാണ്. നമുക്കിന്നിപ്പോൾ വൈകുന്നേരത്തെ ഫുഡാണ്. അപ്പം നമ്മളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല കപ്പ പുഴുങ്ങിയതും മുളക് ചതച്ചതുമാണ് കേട്ടെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാമല്ലോ. എല്ലാവർക്കും അറിയണമല്ലോ ഇപ്പോൾ ഇതൊക്കെ കപ്പൊക്കെ പുഴുങ്ങാൻ. എന്നാലും ഞാൻ വെറുതെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ മുളക് ചതക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചീനമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള ചീനമുളകാണേ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാച്ച ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ എന്താ പറയുക, എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. ഇപ്പോൾ നമ്മളെ ചീനമുളകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കിട്ടിയിട്ടുണ്ട്, 1-2 പച്ചമുളകും ഉണ്ട്. ഇപ്പോൾ ആ കപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, തിളച്ച് വന്നതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ അടിപൊളി കപ്പയാണ് കേട്ടോ. നല്ല അടിപൊളി കപ്പയാണ്, നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വിചാരിച്ചു 2 കപ്പ പറിച്ചിട്ട് പുഴുങ്ങിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പുഴുങ്ങിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് കുറച്ച് ചെറിയുള്ളിയും കൂടി വേണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. മുളകിൻ്റെ കൂടെ ചെറിയുള്ളിയും കൂടി ചതച്ചെടുക്കുമ്പോഴാണ് നമുക്കൊരു മുളക് ചമ്മന്തി പോലെ ആവുള്ളൂ. പിന്നെ ചില ആൾക്കാരൊക്കെ പുളിയൊക്കെ ഒഴിക്കും കേട്ടോ. ഞാൻ അതൊന്നും ചെയ്യണില്ല കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മോനൊക്കെ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ അവനക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കണം കേട്ടോ ഞാൻ. അപ്പം നമുക്ക് എല്ലാ മുളകും ഇതേപോലെ ചതച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എല്ലാവർക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. എന്നാലാണ് എൻ്റെ വീഡിയോസിലൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി ചതക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടുമ്പോഴാണ് നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക കേട്ടോ. നമ്മൾ ആ മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ. അതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. നല്ല നാടൻ ചീനമുളകും പിന്നെ ചെറിയുള്ളിയൊക്കെ കൂടി കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി കൊണ്ട് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ നല്ല അടിപൊളി ഐറ്റമായിട്ടാണ് നമ്മളെ കപ്പയിൽ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. പിന്നെ നല്ല കട്ടൻ ചായയും. ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ, നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഫുഡാണല്ലോ കപ്പയും ചമ്മന്തിയും. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാത്തുണ്ടെങ്കിൽ ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കപ്പ പുഴുങ്ങിയിട്ട് കഴിച്ചു നോക്കൂട്ടാ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ മണവും ടേസ്റ്റും ഒക്കെ വന്നാൽ ഒരു പ്രത്യേക രുചിയായി നമ്മളെ ചമ്മന്തിക്ക്. ഇനി പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പുളിയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ അത് ആ കപ്പൊക്കെ വെന്ത് ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണേ. നല്ല കട്ടൻ ചായ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ നാളെ തന്നെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ അതാ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാമല്ലേ. അടിപൊളിയാണ് കേട്ടോ കഴിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.